അപ്പൊ ഞാനെന്നുള്ളത് കരേക്കാടാട്ടോ. എന്റെ കൂടെ മുനീർക്ക് ഉണ്ട്, അതുപോലെ തന്നെ അബൂബക്കർക്ക് ഉണ്ട്, നമ്മുടെ സൂപ്പർവൈസർ ഫസൽക്ക് ഉണ്ട് കേട്ടോ. ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വർക്കെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് ഹൗസ് വാമിംഗ് എല്ലാം കഴിഞ്ഞ വീട്ടില് ജസ്റ്റ് ആ വീട്ടിലെ വർക്കെല്ലാം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. മുനീർക്ക ഞങ്ങൾ ഒരുപാട് പരിചയമുള്ള സുഹൃത്തുക്കളാണ്. ഒരുപാട് വീട്ടിലേക്ക് മാർബിളൊക്കെ കൊണ്ടുവരുന്ന ആളാട്ടോ. മുനീർക്കയുടെ അളിയനാണല്ലേ അബൂബക്കർക്ക. ഇവരുടെ വീടായിരുന്നു ഇത്. നിങ്ങളിപ്പോ പുറത്തായിരുന്നു, നാട്ടിൽ അബുദാബിയാണല്ലേ? ഓക്കെ. മുനീർക്ക ഈ ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. കരേക്കാട് പോസ്റ്റ് ഓഫീസ്. കരേക്കാട് പോസ്റ്റ് ഓഫീസ് അല്ലേ? മുനീർക്ക് ഇതിന് മുന്നേ ആയിരുന്നത് റോയൽ ബ്രൗൺ കാറ്റഗറിപ്പെട്ട ഒരു മാർബിൾ കൊണ്ടുവരുന്നത് ജ്യേഷ്ഠന് വേണ്ടിട്ടായിരുന്നു അല്ലേ? അപ്പൊ അതിന് ശേഷം വർക്കെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ വീട്ടിലേക്ക് വന്നത്. ഈ വീട്ടിൽ വെച്ചിട്ടുള്ള മാർബിൾ GT കാറ്റഗറിപ്പെട്ട മാർബിളാണ്. വർക്ക് എടുത്തിരുന്നത് ഫസൽക്കായിരുന്നു കേട്ടോ. നമ്മളെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ടത്? ഫസ്റ്റില് പറഞ്ഞാൽ ഞാൻ ജ്യേഷ്ഠന്റെ ഇതില് പരിചയപ്പെട്ടാണ്. ഓൻ അവിടുത്തെ സ്ഥിര ആളാണ്. ഗൾഫിൽ നിന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യണാണ്. പിന്നെ ഓൻ എടുത്തവിടുന്ന് ആദ്യം, പിന്നെ രണ്ടാമതാണ് ഇപ്പൊ ഈ വീടിന് എടുത്തത്. പിന്നെന്താ വെച്ചാല് നമ്മള് ഇപ്പൊ ഒരുവിധം മാർബിളടിയിലൊക്കെ പോണ ആളാണ്. പിന്നെന്താ വെച്ചാല് നമ്മൾ ഒരു മാർബിൾ എങ്ങനെ എടുക്കണം, ഒരു മാർബിൾ എങ്ങനെ വിരിക്കണം, അതേമാതിരിക്ക് കല്ല് ഏതാ നല്ലത്, നമുക്ക് പറ്റിയ കല്ല് ഏതാന്നുള്ളത് ഒരു വീഡിയോ മറ്റേ കടക്കാരും വീഡിയോ ഉണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ടോസ്കാനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് നമുക്ക് വെച്ച കല്ലാണ് അല്ലെങ്കിൽ നമുക്ക് പറ്റിയ കല്ലാണെന്നുള്ള പഠിച്ചു. പിന്നെ മേലിട്ടേക്കണത് നമ്മൾ അവിടുന്ന് എക്സൽ വാപ്പാന്റെ അവിടുന്ന് എടുത്ത ടൈൽസാണ്, മാർബനറ്റാണ് വിരിച്ചിട്ടുള്ളത്. അതും കുഴപ്പമില്ല. അതേമാതിരി നമ്മള് ഫില്ലറിന് സെലക്ട് അത് അവിടുന്ന് വാപ്പാന്റെ എടുത്താണ്. അപ്പൊ രണ്ടും അവിടുന്ന് പെടുന്നു, അപ്പുറത്തും ഇപ്പുറത്തും എടുത്തതാണ്. നമുക്ക് വന്ന് കടയിൽ വന്നത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം.
ഫസ്റ്റ് വന്ന സമയത്ത് നിങ്ങളും ഇവരോ ഞാനും പെങ്ങളുണ്ടായിരുന്നു, പിന്നെ പെങ്ങളെ മകളും ഉണ്ടായിരുന്നു. അവരൊക്കെ പാടെ അന്ന് വന്ന സമയത്ത് ഇവര് ഇവിടെ നാട്ടിലില്ല, നിങ്ങൾ പുറത്തായിരുന്നു അല്ലേ? നിങ്ങൾ അത് എങ്ങനെ വീഡിയോ കണ്ടിരുന്നോ അതോ? വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇവര് വന്ന സമയത്ത് അവർ കാണിച്ചിരുന്നു. അന്ന് കല്ല് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എടുക്കാൻ പറഞ്ഞത്, എടുത്തത്. ഓക്കെ. അപ്പോ മാർബിൾ ഒന്ന് പർച്ചേസ് ചെയ്തു. വന്ന സമയത്ത് നിങ്ങൾ സ്ലാബ് കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെ ഇത് വീട്ടിൽ വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അവിടുന്ന് നമുക്ക് വീഡിയോയിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നെ 4 സ്ലാബ് അപ്പൊ നമുക്ക് ആ ചിത്രം ഏകദേശം മനസ്സിലായി. ഐഡിയ കിട്ടി. ഫസൽക്ക, എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു മാർബിള്? 1340. 1340 സ്ക്വയർ ഫീറ്റ്. ഗ്രാനൈറ്റ് വേറെ ഉണ്ട് അല്ലേ? ഗ്രാനൈറ്റ് ഉണ്ട്. ഓക്കെ. വർക്കിന് എത്ര നമുക്ക് എക്സ്പെൻസ് വന്നത്? എല്ലാം കൂടി ഗ്രാനൈറ്റും മാർബിളും ഒക്കെ പാടെ നമ്മള് ഏകദേശം കോണി ഇതൊക്കെ ഡബിളാക്കി ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഇതൊക്കെ, പിന്നെ ചാരുപടി, ഗ്രാനൈറ്റ് ഒക്കെ ഡബിളാക്കി, പിന്നെ ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട്, ലിവിംഗ് ഒക്കെ മോൾഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 83,000 രൂപ. അങ്ങനെ തന്നെ അല്ലായിരുന്നു വർക്ക്?
അപ്പൊ നമുക്ക് ഇപ്പൊ 2 വീട്ടിൽ വർക്ക് എടുത്തു. ഫസൽക്കന്നെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വർക്കാണ്. ഇപ്പൊ മേലെ ടൈലിട്ട് കാണില്ല, അവരിപ്പോ വണ്ടിയിലൊക്കെ വീഡിയോ എടുത്തപ്പോ ഒരു ഇതില്ലല്ലോ, അത്രയും നല്ല. അതേമാതിരി നമ്മളെ ബാത്റൂം ഒട്ടിച്ചിട്ടുണ്ട്, കിച്ചൺ ഒട്ടിച്ചിട്ടുണ്ട്. അതേമാതിരി ഇപ്പൊ മാർബിൾ ഇട്ടോന്ന് തന്നെ കണ്ടില്ല, ഒരു ക്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ക്ലിയർ ആയി. പിന്നെ നമ്മള് പറഞ്ഞ മാതിരി തന്നെ അവര് പണിയെടുത്തായിരുന്നു. ഓരോ ഇഷ്ടത്തിനോട് പണിയുണ്ടല്ലോ, അതില്ല. നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ചെയ്യും. ഒന്നും ഉണ്ടായില്ല. സമയം നമ്മളെ സമയം കൊണ്ടാണ് വൈകിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 3 ചില മാസം പോലീസ് ചെയ്യാതെ അങ്ങനെ ഇട്ടു. കാരണം നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ ഇട്ടു എന്നുള്ളൂ. ഇല്ലല്ലോ, വേറെ പണിക്കാർ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പണിക്കാർ വരും, നമ്മൾ വിളിച്ചാൽ വരും. ഇപ്പൊ പോലീസ് ചെയ്യണ ഞാൻ വിളിച്ചു, 2 ദിവസം മുന്നേ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് വിളിച്ചു. ഒരു വന്നു, സാനിറ്റ് വന്നു, ഒരു പുള്ളി ക്ലിയർ ആക്കി, ഒരു പോയി, ഒക്കെ ഫിനിഷ് ചെയ്തു. ഹാപ്പിയാണ്. നിങ്ങൾ എങ്ങനെ പണി കഴിഞ്ഞിട്ടാണ് വന്നത്? പണി കഴിഞ്ഞിട്ടാണ് വന്നത്. എങ്ങനെയുണ്ട് ഇപ്പം വർക്ക് പിരിച്ചു കഴിഞ്ഞ സമയത്ത്? വർക്ക് കുഴപ്പമില്ല, വർക്കാണ്. ഹാപ്പിയാണ്. വൈഫും ഫാമിലിയൊക്കെ എങ്ങനെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഓരോന്നും കാണിച്ചുതരാം. അപ്പൊ ശരി, ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം.